ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് ഒരു ബൊട്ടീക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റ്, നമ്മുടെ നെറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനിയുടെ വർഷങ്ങളായിട്ടുള്ള ക്ലയൻറ്റാണ് ഡാനിയൽ സാർ. കമ്പാനിയൻ ഹോളിഡേയ്സിൻ്റെ ഓണറാണ്. അപ്പം ഡാനിയൽ സാറിൻ്റെ മകളൊരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു മാസമായി തുടങ്ങിയിട്ട്. അപ്പം അവിടെ ഒരുപാട് യൂണീക്ക് കളക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ജസ്റ്റ് ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതെവിടെയാണ് കറക്റ്റ്, ഇതിൻ്റെ ലൊക്കേഷൻ ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, അവിടെ വെച്ച് കാണാം. അപ്പോൾ നമ്മൾ ബൊട്ടീക്കിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. അപ്പം ഇതെവിടെയാണെന്ന് ചോദിച്ചാൽ കറക്റ്റ് മ്യൂസിയത്തിൻ്റെ ഓപ്പോസിറ്റ് ഒബ്സർവേറ്ററി ലൈനിലാണ്. അപ്പം അത് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ലോക്ടെക് അടുത്താണ്, നിയർ ലോക്ടെക്കാണ് ഈ ജസീൻഡ എന്ന് പറയുന്ന ബൊട്ടീക്കിൻ്റെ ലൊക്കേഷൻ. അപ്പം ഇതിൻ്റെ ഓപ്പണിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് മൺഡേ ടു സാറ്റർഡേ 10 AM to 8 PM വരെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് അവേഴ്സ് ഉള്ളത്. പിന്നെ വെബ്സൈറ്റും ബാക്കി സോഷ്യൽ മീഡിയ അവരുടെ ലിങ്കും ഒക്കെ ഞാൻ ഇതിൻ്റെ ഏറ്റവും എൻഡിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇവരെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബൊട്ടീക്ക് എത്തി നമുക്ക് കാണാം ബാക്കിയുള്ള കാര്യങ്ങൾ. അനീറ്റയാണ് ഈ ബൊട്ടീക്കിന്റെ ഓണർ. അപ്പൊ അനീറ്റ, ഞാൻ വന്ന് കയറിയപ്പോ തന്നെ കണ്ടു കുറെ കളക്ഷൻസ്. എല്ലാം പ്രീമിയം കളക്ഷൻസ് ആണ്. ഇവിടെ A-line ഡ്രസ് പാറ്റേണിൽ വരുന്ന പ്രീമിയം കളക്ഷൻസ് ആണ് വരുന്നത്. ഇതെല്ലാം നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള, ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെ ചെയ്യുന്നത്. നമ്മുടെ പ്രൊഡക്ഷൻ ഇവിടെ തന്നെയുള്ള ഫുൾ ഹാൻഡ് വർക്ക് ആണിത്. ഉപ്പട സിൽക്കിൽ വരുന്നതാ. അതുപോലെ ദുപ്പട്ട വരും. പ്രീമിയം ആയിട്ടുള്ള കളക്ഷൻസ്. ബോട്ടം ഉണ്ടായിരുന്നു. ബോട്ടം ഇല്ല, ബോട്ടം വേണമെങ്കിൽ നമ്മൾ ബോട്ടം അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യും. ഇത് വന്നിട്ട് ക്രിസ്മസ് കളക്ഷൻ നമ്മൾ ചെയ്തത്. ഇതാണ് ക്രിസ്മസ് കളക്ഷൻസ്. അതെ, അത് വന്നിട്ട് റേറ്റ് വന്നിട്ട് 5500 ആണ്. ഫുൾ ഹാൻഡ് വർക്ക് ആണ്. ഹാൻഡ് വർക്ക് ആയതുകൊണ്ടാണ് ഇതിന് ഇത്ര റേറ്റ്. അതെ, ഫുൾ ഹാൻഡ് വർക്ക്. ഇതിനകത്ത് നമ്മൾ റെഡ് കട്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് സിൽവർ കട്ട് ബീഡ്സ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതാ. ജോർജറ്റിലാണ് വരുന്നത്. അടിപൊളി കളക്ഷൻസ്. ഇതൊരു യൂണീക്ക് ആയിട്ട് തോന്നുന്നത്. ഇതിന് ഷോളും ഉണ്ട്, ദുപ്പട്ട വരുന്നത്. ഇത് ആക്ച്വലി ഒരു A-line നമുക്ക് ഡ്രസ് ടൈപ്പ് ആയിട്ട് ഇടാം. പാന്റ് വേണ്ടവർക്ക് പാന്റ് ലെങ്തി ആയിട്ടാണ് വരുന്നത്. ആങ്കിൾ ലെങ്ത് ആക്ച്വലി പൊതുവെ ലെഗിൻസിനോട് പേര്, അല്ലെങ്കിൽ സീക്രട്ട് പാന്റ്സിന്റെ കൂടെ നമുക്ക് പേര് വെക്കാൻ പറ്റും. ഫുള്ള് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് എല്ലാം സ്കാലപ്പ് വർക്ക് പോകുന്നുണ്ട്. ക്രിസ്മസ് കളക്ഷൻ ആകുമ്പോൾ ആ ഒരു പാറ്റേൺ. അതെ, അതിന്റെ റെഡ് കളറിൽ വരുന്നുണ്ട്. ഇതൊക്കെ അടിപൊളിയാണ്. സ്നോഫ്ലേക്സ് കൊടുത്തിട്ട്. നിങ്ങൾ തിരുവനന്തപുരത്തുള്ളവരാണെങ്കിൽ എന്താണെങ്കിലും വന്ന് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. അതും യുണീക്ക് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് കളക്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ് ഇവിടെ. ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള, അതും ക്രിസ്മസ്. ഇത് കൊള്ളാം. ഇതൊരു ജക്കാർഡ് ഫാബ്രിക് ആണ്. അതിനകത്ത് ലേസ്, ഇതിനകത്ത് ഹാൻഡ് വർക്ക് വരുന്നില്ല. ഇത് എങ്ങനെ വരും പ്രൈസ് ഒക്കെ വരുന്നത്? ഇത് 3500 ആണ്. ഒരു A-line ഇതായിട്ട് വരുന്നത്. ഇവിടെ സ്റ്റിച്ചിങ്ങും ഉണ്ട് അല്ലേ? സ്റ്റിച്ചിങ്ങും ഉണ്ട്. എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള മാസ്റ്റേഴ്സും ടൈലേഴ്സും ഒക്കെ ഉള്ള ഒരു നല്ല അടിപൊളി കളക്ഷൻസ്. പിന്നെ ഇൻസെറ്റ് ആയിട്ടുള്ള അൺസ്റ്റിച്ചഡോ അല്ലെങ്കിൽ സ്റ്റിച്ചഡ് സൽവാർ സ്റ്റിച്ചിന്റെ സെറ്റ് കളക്ഷൻസ് ഉണ്ട്. സ്റ്റിച്ചായിട്ട് ഇത് സെറ്റാണ്. ഇതൊന്നും പാന്റും ഷോളായിട്ട് വരുന്നില്ല. നമ്മൾ ഷോൾ വേണമെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇതൊരു കോഡ് സെറ്റ് ആയിട്ടാണ് വരുന്നത്. ഇത് പാന്റും ഇത് കോഡ് സെറ്റ്. എങ്ങനെ ഇതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെ വരും? 2000. ഇത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പാന്റ്, സ്ട്രൈപ്ഡ് പാന്റ് അകത്ത് വരും. ഇത് കൊള്ളാം. ഇതിന്റെ ഡബിൾ എക്സൽ ആണോ? നമ്മള് ഒരു സൈസിലാണ്, 1-2 സൈസിൽ ചെയ്തിടും. ഇപ്പൊ ഡബിൾ എക്സൽ സൈസിലൊക്കെ വേണ്ടവർക്ക് നമ്മൾ മെഷർമെന്റ് ചെയ്ത് ഫാബ്രിക്സ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ അത് അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് അവർക്ക് ചെയ്തു കൊടുക്കും. പിന്നെ ഇത് പറഞ്ഞില്ലേ കോഡ് സെറ്റ് ആണ്. ഇത് മൊഡാൾ സിൽക്കിൽ വരുന്നതാണ്. വെജിറ്റബിൾ മൊഡാൾ സിൽക്ക് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഭയങ്കര ട്രെൻഡ് ആണ്. മൊഡാൾ സിൽക്കിൽ വരുന്ന നല്ലൊരു ഫാബ്രിക് ആണ്. ഇത് നല്ലൊരു കൂൾ, നല്ല സോഫ്റ്റ് ആണ്.
ചൂടെടുക്കട്ടെ. നല്ല ഇതും അതുപോലെ തന്നെ കളർ ഫീച്ചർ വരുന്നത്. ഇതൊരു കട്ടിങ്ങിലാണ് പോയിരിക്കുന്നത്, അപ്പ് ഡൗൺ കട്ടിലാണ് പോയിരിക്കുന്നത്. ഇതിന് പാൻറ് ഉണ്ട്. ഇപ്പം ഇങ്ങനത്തെ ഒരു പ്രിന്റിലാണ് വരുന്നത്. ഇതെല്ലാം നമുക്ക് സാധാരണ ഹാൻഡ് വാഷ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഇതൊരു പുതിയ മോഡലാണ് അല്ലേ? നമുക്ക് ഒരു കഫ്താൻ മോഡലാണ്. പ്രിന്റ് അജ്രക് പ്രിന്റിൽ പോകുന്നുണ്ട്. ഇത് മാത്രം ഇട്ടാൽ മതി തോന്നല്ലേ? അത് മാത്രം അല്ലേ? അങ്ങനെ ഇടുന്നത്. ഇങ്ങനെ എടുത്ത് കൊള്ളാല്ലേ? ഇത് നല്ല രസമുണ്ട് കാണാൻ. ഇത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമുക്ക് വേറെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇത് കണ്ടോ, വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് വെയർ ചെയ്യാം. അടിപൊളി കളക്ഷൻ. ഇത് കഫ്താനാണ്. അതും കഫ്താൻ. കഫ്താൻ അനീറ്റ രണ്ടെണ്ണം എന്തോല്ലേ ഞാൻ കണ്ടത്? അല്ല, ഇത് ആ റേഞ്ച് അല്ല. അതിൽ കുറച്ചുകൂടെ കുറഞ്ഞാണോ? ഇത് 1799 നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് കോട്ടൺ ആണോ? കോട്ടൺ മെറ്റീരിയൽ. ഇത് കോട്ടൺ ആണ്. ആണോ? ഒറ്റ ഡ്രസ് ഇട്ടാൽ മതിയല്ലോ. അകത്ത് ഇന്നർ വരുന്നുണ്ട്. ഇതിന്റെ ഡാർക്ക് കളർ ഇതിന്റെ ഡാർക്ക് കളർ വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. കാരണം ഇത് ഡൈയബിൾ ആണ്. കളർ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളറിൽ നമുക്ക് ഇപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്ന എല്ലാം നിങ്ങൾ ഇങ്ങനത്തെ ഈ ലൈറ്റ് കളറിനൊക്കെ ഡൈ ചെയ്യാം അല്ലേ? അതെ, ഇതെല്ലാം ഡൈ ചെയ്ത് ഇതൊക്കെ ഡൈ ഇതാണ്. ഇതൊരു പുതിയ ഇതാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് ലൈറ്റ് കളറാണ് നമ്മളൊരെണ്ണം ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഡൈ ചെയ്തിട്ട് നമുക്ക് ഡാർക്ക് കളേഴ്സിൽ നമുക്ക് ചെയ്ത് അത് കൊള്ളാം. ഏത് കളർ വേണോ അതുപോലെ നമ്മൾ ചെയ്യും. ഇതും അത് തന്നെയാണ്. ഇതിന്റെ ബ്ലാക്ക് ഉണ്ടായിരുന്നു. ഇതൊക്കെ നല്ല ഒതുങ്ങിയ ടൈപ്പാണ്. രണ്ട് കളർ ഷെയ്ഡാണ്. പർപ്പിൾ ഉണ്ട്, റെഡ് ഉണ്ട്. ബ്ലാക്ക് ഉണ്ടായിരുന്നു, പോയി. ടീൻസ് ആയിട്ടുള്ളവർക്ക് കോളേജ് വേറിലൊക്കെ ക്രോപ്പ് ഷർട്ട് ആയിട്ട് സ്കേർട്ടിന്റെ കൂടെ ഒക്കെ ഇടാം. അതെ, സ്കേർട്ടിന്റെ കൂടെ ഒക്കെ ക്രോപ്പ് ഷർട്ട് എന്ന് പറയുന്നത് ഈ ഒരു അജ്രക്കിന്റെ പാറ്റേൺ ആണ്. വളരെ വലിയ വിലയൊന്നും ഇല്ല കേട്ടോ. 900 ഒതുങ്ങി നിൽക്കുന്ന വിലയാണ് ഇതൊക്കെ. ഇത് സ്ലീവ്ലെസ് ടോപ്പ്, ഷോർട്ട് ടോപ്സ് ആണ്. സ്ലീവ്ലെസ് ടോപ്പ്. ഇത് അതുപോലെ അജ്രക്കിൽ വരുന്നത്. അല്ല, വേണമെങ്കിൽ ഇപ്പൊ ഇവിടെ ഇതിൽ കാണുന്ന ഒരു മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടു, അപ്പൊ നമുക്ക് മെറ്റീരിയൽ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യേ ഇവിടെ ചെയ്തു തരും. അടിപൊളി അടിപൊളി കളക്ഷൻസ് ആണ്. ഇത് ജയ്പൂർ പ്രിന്റിൽ വരുന്നതാണ്, ഷോർട്ട് ടോപ്പ്. ഇതിന്റെ തന്നെ നമുക്ക് കോട്ട് സെറ്റ് വരുന്നുണ്ട്. അത് ഇങ്ങനെയാണ് വരുന്നത്. ഇതിനകത്ത് പാന്റും വരും, ടോപ്പും വരും. ഇത് സ്ലീവ്ലെസ്. ഇപ്പൊ സ്ലീവ് വേണമെന്ന് പറയുന്നവർക്ക് നമുക്ക് സ്ലീവ് അറ്റാച്ച് അല്ലെങ്കിൽ ഇതുണ്ട് അല്ലേ? സ്ലീവ് ഉണ്ട്, സ്ലീവ് ഉണ്ട്. ഇതെങ്ങനെ ഇതിനൊക്കെ റേറ്റ് വരുന്നത്? ഇതിന് 1599 വരും. 1599. ഇതിന്റെ ഡബിൾ എക്സൽ ഇല്ല. ഡബിൾ എക്സൽ ഇല്ല. എക്സൽ ഇത് തന്നെ വേണമെന്ന് പറയുന്നവർക്ക് ഫാബ്രിക് നമുക്ക് അവൈലബിൾ ആണ്. അത് തന്നെ ഈ റേറ്റിൽ തന്നെ ചെയ്തു മെഷർമെന്റ് എടുത്ത്. അപ്പൊ ഇതിന് ശരിക്കും പറഞ്ഞാൽ 1599 ആണ് വന്നിരിക്കുന്ന റേറ്റ്. അപ്പം ഇതേ റേറ്റിന് തന്നെ നമ്മൾ ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്നതായിരിക്കണം. മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ അത് സ്റ്റിച്ച് ചെയ്ത് തരികയും ചെയ്യും. അപ്പൊ ഇത് നല്ല പ്യൂർ കോട്ടൺ ആണ്. ഇതിന്റെ ബോട്ടം കൂടെ ഒന്ന് കാണിക്കും. ഇത് അടിപൊളി കളക്ഷനാണ്. അപ്പൊ ഇത് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്യും. എന്റെ അളവ് ഇല്ല ഇത് ശരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് അപ്പൊ ഇത് ഇവിടെ തന്നെ മെറ്റീരിയൽ എടുത്ത് കൊടുത്താൽ ഇതേ സെയിം മെറ്റീരിയൽ ഇവിടെ കിട്ടും. അപ്പൊ മെറ്റീരിയൽ എടുത്ത് കൊടുത്താൽ ഇവരിത് സ്റ്റിച്ച് ചെയ്ത് തരുകയും ചെയ്യും. അപ്പം ഞാൻ ഈ ഒരു ഇത് എടുക്കാമെന്ന് വിചാരിക്കണം. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇല്ലാത്തൊരു കളറാണ്. അപ്പൊ ഇതിപ്പം ഞാൻ പറയട്ടെ, ഇപ്പൊ എനിക്കിത് ഇവിടെ എനിക്കിത് വേണ്ടാന്ന് വെച്ചോ, നമുക്ക് മാറ്റാം. നമുക്ക് കസ്റ്റമൈസ് ചെയ്യും. നിങ്ങളുടെ ഇഷ്ടത്തിന് പ്രിഫറൻസിനനുസരിച്ച് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഞാൻ ഈ ഒരെണ്ണം മാറ്റി വെച്ചിരിക്കുകയാണേ. പിന്നെ ഇത് വേറെണ്ണം. ഇത് സംഭവം ഇതും അടിപൊളി. നോക്കും, ഇത് അടിപൊളിയാണ്. ഇത് അതുപോലെ തന്നെ ഇത് ടോപ്പ് മാത്രമാണ്. ഇത് 1500. ചിലവര് കോട്ട് സെറ്റ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെ ചിലവര് സെയിം ടു സെയിം പ്രിന്റ് ആയിട്ട് ചെയ്യും. ഇത് ടോപ്പ് ബോട്ടം വരുന്നതാ കോട്ട് സെറ്റ്. ഇത് ബോട്ടം, ഇത് ടോപ്പ്. ഇത് കോട്ടൺ ആണോ? ഇത് കോട്ടൺ ലിനൻ ആണ്. ഇത് കണ്ടല്ലോ അല്ലെ? അപ്പൊ അത് കോട്ടൺ ലിനൻ ആണ്. കോട്ടൺ ലിനൻ ആണ്. എങ്ങനെയാ അപ്പൊ ഇതിന്റെ റേറ്റ് ഒക്കെ വരുന്നത്? 2800 ആണ് വരുന്നത്. പക്ഷെ ലിനൻ ആണ് മെറ്റീരിയൽ. അല്ല, കോട്ടൺ ലിനൻ. കോട്ടൺ അല്ലേ? കോട്ടൺ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു പെട്ടെന്ന് എന്താ പറയാ, കോട്ടൺ പെട്ടെന്ന് ഒരു സോഫ്റ്റ് അല്ലേ, ഇതിലൊരു കുറച്ചും കൂടെ ഒരു സ്റ്റിഫ്നെസ് ഉണ്ട്. അടിപൊളി. നല്ല ഫാബ്രിക് ആണ്. നല്ല ഫാബ്രിക് ആണ്. ഇഷ്ടംപോലെ യുണീക്ക് ആയിട്ടുള്ള ഒരു കളക്ഷൻ ഉണ്ട് കേട്ടോ. കുറേ കളക്ഷൻ ഉണ്ട്.
ഞാൻ വരുന്നതിന് മുമ്പ് വിചാരിച്ചത് ഇത്രയും കളക്ഷൻ. പക്ഷെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 മാസം ആയില്ല കേട്ടോ. ഞാൻ ഇതില് ഇൻട്രോ കൊടുത്തത് 1 മാസം ആയില്ല. 1 മാസം ആയിട്ടില്ല അല്ലേ? 2 ആഴ്ച ആയിട്ടാണ്. ഇനി കളക്ഷൻസ് ഒത്തിരി ആഡ് ആവാനുണ്ട്. ഈ സൈഡെല്ലാം ഫുൾ കളക്ഷൻസ് കൊണ്ട് നടക്കാൻ പോകാനൊക്കെ. അതെ. അപ്പൊ ഇതിപ്പം 2 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പോഴത്തന്നെ ഇത്രയും കളക്ഷൻസ് ഇവിടെ വന്നിരിക്കും. അപ്പൊ നിങ്ങളൊക്കെ ഇത് ഫുൾ ഹാൻഡ് വർക്കാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇത് മാത്രം മതി അല്ലേ? അത് മാത്രം ഡ്രസ്സാണ്. ഇതും അത് തന്നെ ഹാൻഡ് വർക്കിൽ ബട്ടർഫ്ലൈ ചെയ്ത്. പക്ഷെ ഇതിന്റെ കട്ട് വ്യത്യാസമുണ്ട്. ഇങ്ങനെ താഴെ ഒരു സൈഡിലോട്ട് ഫ്ലെയർ പോകും. ഇത് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുന്നതാ, മെഷീൻ അല്ല. ഹാൻഡ് വർക്ക് കയ്യിൽ. എനിക്ക് തോന്നുന്നു ഇവിടെ ഹാൻഡ് വർക്ക് ആണ് കൂടുതൽ. ഹാൻഡ് വർക്ക് ഉണ്ട്. ഇതെങ്ങനെ റേറ്റ് ഒക്കെ വരുന്നത് ഏകദേശം? ഇത് വരുന്നത് 3800. പക്ഷെ ഹാൻഡ് വർക്ക് വരുമ്പോ കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ്. കാര്യം ഇത് നല്ലതാണ്, നല്ല ബ്യൂട്ടിഫുൾ ആണ്. അതിന്റെ ഒരു വേറൊരു കളർ ഷെയ്ഡാണ് ഇത്. ലാവൻഡർ. ഇത് നമുക്കിവിടെ ഫാബ്രിക് ടീനേജ് ഒക്കെ ആയിട്ടുള്ള കുട്ടികൾക്ക് അല്ലെ, ടീനേജേഴ്സിന് നല്ല ഭംഗിയായിരിക്കും കോളേജിൽ ഇട്ടുകൊണ്ട് പോകാനൊക്കെ. അടിപൊളിയാണ്. ടീനേജേഴ്സിനൊക്കെ ഞങ്ങൾ സ്ട്രാപ്പ് ഡ്രസ്സസ് ഒക്കെ ഉണ്ട്. സ്ട്രാപ്പ് ഇതൊക്കെ നമുക്ക് നല്ല അടിപൊളിയാണ്. അൺസ്റ്റിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇതിപ്പോ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഈ ടീനേജ് ഒക്കെ ആയിട്ടുള്ള പെൺകുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്നത് നമുക്ക് ഈ സ്ട്രൈപ്പ് ഒക്കെ വെച്ചിട്ട് അടിപൊളി. അതൊക്കെ നല്ല രസമാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. കൊള്ളാം കളക്ഷൻസ്. ഇതൊക്കെ നല്ല കളക്ഷൻസ് കണ്ടോ? ഇതെല്ലാം ടീനേജേഴ്സിന് വേണ്ടിയിട്ടാണ്. അടിപൊളി കളക്ഷൻസ് ആണ് കുട്ടികൾക്ക്. ഇതൊക്കെ നല്ല കളക്ഷൻസ് ആണ്, നല്ല അടിപൊളിയാണ് ഇങ്ങനത്തെ കളക്ഷൻസ്. അത് ഈ ബുട്ടീക്കിൽ ഇതുപോലെ ഒരുപാട് യുണീക്ക് ആയിട്ടുള്ള കളക്ഷൻ ഉള്ളതൊന്നും. ഇതതുപോലെ ഓഫീസ് പോകുന്നവർക്കൊക്കെ നമ്മൾ ചെയ്യുന്ന ടോപ്പായിട്ടൊക്കെ ഇടാം. പെയർ ചെയ്ത് അതും നല്ലതാണ്, അടിപൊളി. അതേപോലെ ഇത് നോക്കൂ, വളരെ ക്യൂട്ട് ആയിട്ടുള്ള അത്ര സ്ലിം ആയിട്ടുള്ള കുട്ടികൾക്ക് സ്ലീവ്ലെസ്സും ഇതേപോലത്തെ കുറവ് വെച്ചിട്ടുള്ള ഇതൊക്കെ നല്ല അടിപൊളി സംഭവമാണ്. ഇത് എവിടുന്നാണ് ജെസ്സിന്റെ ജെസ്സിന്റെക്ക് വേണ്ടിയിട്ടുള്ള ഈ മെറ്റീരിയൽ? നിങ്ങൾ ഫാക്ടറി ഒക്കെ ജയ്പൂരിൽ നിന്നൊക്കെ, ജയ്പൂർ, രാജസ്ഥാൻ, കൽക്കട്ടയിൽ നിന്നൊക്കെ. ഈ കളക്ഷൻസ് ടൈ വരും. ഇത് ഞാൻ ഇട്ടിരിക്കുന്നത് ഇവിടെ ചെയ്തതാണ്. ഒരു കോട്ട് സെറ്റ്, ഒരു ജപ്പാൻ സാറ്റൻ ഫാബ്രിക്കിൽ ചെയ്യുന്ന. അകത്തൊരു ഇന്നർ വരും, പാന്റ് വരും, ഷർട്ട്. ഇത് ആക്ച്വലി ഒരു ഡബിൾ ഷെയ്ഡിലാവും പോകുന്നത്. നമ്മൾ പാന്റിൽ ഡബിൾ ഷെയ്ഡ് കൊടുത്ത് ലൂസ് ഷർട്ട്, ഒരു എന്താ പറയുക, ഒരു ഇവന്റിനോ ഒരു ഒഫീഷ്യൽ. അടിപൊളിയാണ്. അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നോക്കും, ഇതിങ്ങനെ ഇവിടെ ഒരു കെട്ടൊക്കെ ഉണ്ട്. ഇത് നല്ല രസം. ഇത് ഫ്രോക്ക്, ഇത് നമ്മളിവിടെ ചെയ്തതാ. ഇത് നോക്കൂ, ഇതെല്ലാം ടീനേജേഴ്സിന് ഇതൊക്കെ അടിപൊളി. ഇതിന്റെ ബാക്ക് ഒക്കെ നോക്കിയിട്ട് പണ്ടത്തെ ഫ്രോക്കിന്റെ. ഇതും ഇതുപോലെ ടീനേജേഴ്സിന് എടുത്ത ടൈപ്പ്. വൺ സൈഡ് സ്ട്രാപ്പ് വന്നിട്ട് ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത പ്രിന്റ് ആണ്. പ്രിന്റിൽ ചെയ്യുന്നതാണ്. ഇതിന്റെ 2 ഷെയ്ഡ് ഉണ്ട്, ഒന്ന് ബ്ലൂ ഉണ്ട്. ഇതില് തന്നെ ഇപ്പം ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് ഇതിന്റെ ഫാബ്രിക് നമ്മൾ ഇവിടെ അവൈലബിൾ ആക്കും. ഇപ്പം ഇവിടെ വരുന്നവര് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇതിന് ഫാബ്രിക് എടുത്ത് അവര് ടോപ്പായിട്ടും ബോട്ടം ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് പോകാറുണ്ട്. ഇതൊക്കെ നല്ല നല്ല രസമാണ് ഇതൊക്കെ കാണാൻ. ഇതിന്റെ തന്നെ ബ്രൗൺ കളർ ഉണ്ട്, കോഫി ബ്രൗൺ. ഇത് അടിപൊളി. അടിപൊളി. ഇതിന് വില വന്നിട്ടും വലിയ വിലയില്ല. കാരണം ഈ ഒരു ഫ്രോക്ക് മാത്രം ഇട്ടാൽ മതിയല്ലോ. കാര്യം യൂണീക്ക് ആയിരിക്കും. അതെ, യൂണീക്ക് ആണ്. 2500 ഉള്ളൂ ഇതിന് റേറ്റ് വരുന്നത്. ഇതൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ മെറ്റീരിയൽ വേറെ ഒരു സ്ഥലത്തും കാണില്ല. ഇത് ഇമ്പോർട്ടഡ് ആണ്. ഇത് ഇവിടെ മെറ്റീരിയലും അല്ല, ഈ ഒരു പാറ്റേണും ഇല്ല അല്ല. ഇത് വന്നിട്ട് ടെക്സ്ചേർഡ് ഫാബ്രിക് ആണ്. അതിനകത്ത് തന്നെ ഒരു ഡിസൈൻ, സെൽഫ് ഡിസൈൻ പോകുന്നുണ്ട്. ഇതൊക്കെ ഞാൻ കുറച്ച് ചെറുതായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല അടിപൊളി. ഫാബ്രിക് അവൈലബിൾ ആണ്, ഉണ്ട്. ഞങ്ങള് ജെസിന്റെയിൽ ഫോക്കസ് ചെയ്യുന്നത് പിള്ളേർക്ക്, ടീനേജേഴ്സിന് മാത്രമല്ല. ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ളവർ വന്നാലും അവർക്കും നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന രീതിയിൽ അവരുടെ കംഫർട്ടിന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മൾ ഫാബ്രിക്സ് എല്ലാം ഇവർക്ക് സ്റ്റിച്ചിങ്ങും ഉള്ളതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇവർക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കോട്ടൺ ആണ്. ഇതൊക്കെ നമ്മുടെ സാധാരണ മോഡലാണ്, സാധാരണ കുർത്തി ടൈപ്പ്. ഇത് കോളറൊക്കെ വെച്ചിട്ടുള്ളത്
സിമ്പിൾ ആയിട്ട് ഒരു ബോട്ടം ഇട്ടിട്ട് നമുക്ക് പെയർ ചെയ്തിട്ട് പോവാം. പോക്കറ്റ്സ് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ സൈഡില്, രണ്ട് സൈഡിലും പോക്കറ്റ്സ് ഉണ്ട്. ഇവിടെ എങ്ങനെയാ ഇപ്പം ഇതുപോലത്തെ ഒരു മെറ്റീരിയൽ നമ്മൾ എടുത്തു ഇപ്പൊ സ്റ്റിച്ചിങ് ചാർജ് ഒക്കെ എങ്ങനെയാണ്? സ്റ്റിച്ചിങ് സാധാരണ ഒരു സൽവാർ തയ്ക്കണം 500 ആണ് ചാർജ് വരുന്നത്. ഓ 500 വിത്തൗട്ട് ലൈനിങ്. ലൈനിങ് ഇടുമ്പോൾ 650 ആവും. പിന്നെ ഓരോരോ പാറ്റേൺ അനുസരിച്ച് ചാർജ് ഉണ്ട്. സാധാ കുർത്തിയുടെ ഞാൻ പറഞ്ഞ എ ലൈൻ ഡ്രസ് പാറ്റേൺ ഒക്കെ വരുമ്പോൾ പ്രൈസ് വരും. എന്നാലും 1000 above പോവില്ല. 1000 above വരുന്ന ബ്രൈഡൽ ബ്ലൗസസിനൊക്കെ മാത്രമേ. പിന്നെ അല്ലാതെ നോർമൽ ചാർജ് ആണ് 500 600 പോട്ടെ 700 ആണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ഡിസൈനർ ഇവിടെ ഉണ്ട്. നമ്മുടെ സ്റ്റോറിൽ തന്നെ ഡിസൈനർ ഉണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെന്ന് പറഞ്ഞാൽ അവർ അതിനനുസരിച്ച് സ്റ്റൈൽ ചെയ്ത് ചെയ്യാൻ പറ്റും. ഒരു പാന്റ് വരും. ഇതൊക്കെ ആക്ച്വലി ടെക്കീസ് ഒക്കെ അവർക്ക് ഓഫീസിലൊക്കെ വെയർ ചെയ്യുന്ന ടൈപ്പ്. അതെ, ഇത് ടെക്കീസിനൊക്കെ ടെക്കീസിന് മാത്രമല്ല എയർപോർട്ടിലൊക്കെ ഒഫീഷ്യൽ വെയർ ആണ്. ഒഫീഷ്യൽ ആയിട്ട് ഇടാൻ പറ്റും. ജാക്കറ്റ് അതിന്റെ തന്നെ ഒരു ടീൽ ഗ്രീൻ കളറിൽ വരും. പിന്നെ ഒരു മോവ് ഷെയ്ഡ് ഒരു ഇതിനിപ്പം വരുന്നത് ഇതിന് പാന്റ് വരും അല്ലേ? പാന്റ് ഉണ്ട്, അകത്തൊരു ഇന്നർ ഉണ്ട്. ഞാൻ ഇട്ടേക്കുന്നില്ലേ, ഇന്നർ ഉണ്ട്. ഇതിന്റെ മേലൊരു ജാക്കറ്റ് ഉണ്ട്. ജാക്കറ്റ് ഇതുപോലൊരു ഇന്നർ നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ആയിട്ട് ഇടാൻ. ഇത് ബട്ടൺസ് ഇടുന്നതാണ്. ഓപ്പൺ ഇടുന്നത് എനിക്ക് പറ്റുമോ? ഷുവറായിട്ട് സ്റ്റിച്ച് ചെയ്ത് തരും ഞങ്ങൾ. ഷുവറായിട്ട് സ്റ്റിച്ച് ചെയ്യാം. മാമിന്റെ മെഷർമെന്റിൽ സ്റ്റിച്ച് ചെയ്ത് തരും. എനിക്ക് ഈ ഒരു എനിക്ക് ഇതൊരു ഡിഫറെന്റ് മോഡൽ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ കിടക്കും, എന്നിട്ട് ഇതേപോലെ തന്നെ കിടക്കും. ഇതുപോലെ ഇന്നർ കാണും, എന്നിട്ട് നമുക്ക് ബട്ടൺസ് ഇട്ട് പെയർ ചെയ്യാം. അപ്പൊ ഈ ഇന്നർ കാണാൻ പറ്റും അകത്തുനിന്ന്. ഇതൊരു പാറ്റേൺ ആയിട്ട് ഇവിടെ ഇങ്ങനെ കാണും. ജാക്കറ്റ് ഇട്ട് പെയർ ചെയ്യും. ഇങ്ങനത്തെ ഒരെണ്ണം കൊള്ളാം അല്ലേ? ഞാൻ നോക്കിയിട്ട് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫാബ്രിക് ആണ്. അല്ല ഞാൻ ചോദിക്കുന്നത് ഈ ഫാബ്രിക്കിൽ തന്നെ ഇത് ചെയ്യുന്നുള്ളോ? ഇതിൽ തന്നെ ചെയ്തു തരും. അപ്പൊ ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഇത് ഞാൻ നോക്കട്ടെ. ഇതിന് എത്ര അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ എനിക്കാണ് ഈ ഒരു സംഭവം വേണ്ടതെങ്കിൽ എത്ര മെറ്റീരിയൽ എടുക്കേണ്ടി വരും ഏകദേശം? ഒക്കെ നമുക്ക് സൽവാറിന്റെ പോലെ 2.5 മീറ്റർ പറ്റില്ല, അതിൽ കൂടുതൽ വേണ്ടി വരും. അല്ല ഇതല്ലേ ഒരു കളർ ആയതുകൊണ്ടല്ലേ? എനിക്ക് തോന്നുന്നു 5 മീറ്ററിനകത്ത് ഒതുങ്ങൂലേ? 5 മീറ്റർ തന്നെ നമ്മുടെ ചുരിദാർ കിട്ടുന്ന പോലെ തന്നെ 5 മീറ്ററിനകത്ത് ഇതെല്ലാം ഒതുങ്ങും. പക്ഷെ കണ്ട കുറച്ചൊരു ഒഫീഷ്യൽ ലുക്ക് വരും. അടിപൊളിയായിട്ട് പോവാൻ. നമ്മള് എവിടെയെങ്കിലും ഒന്ന് പോകാൻ, ഒരു ഫംഗ്ഷന് പോകാനാണെങ്കിലും നമുക്ക് നല്ല നീറ്റായിട്ട് പോവാം. അപ്പൊ ഞാൻ ഒന്ന് നോക്കട്ടെ, ഒന്ന് മാറി പരീക്ഷിച്ചു. ഇത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് ഇതേപോലത്തെ ഒരു സംഭവമാണ്. ഇതൊരു യുണീക്ക് ആയിട്ട് തോന്നുന്നില്ലേ നിങ്ങൾക്ക്? കാരണം അത് മെറ്റീരിയൽ തയ്ച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ നോക്കും, ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതെല്ലാം മെറ്റീരിയൽസിന്റെ കളക്ഷൻ ആണ് അല്ലേ? ഇതെല്ലാം ഡയബിൾസ് ആണ്. നിങ്ങൾ അവിടെ കണ്ടില്ലേ നമ്മൾ പ്രീമിയം കളക്ഷൻ കണ്ടില്ലേ? അതുപോലെ ഇപ്പം വേറെ രീതിയിൽ വേണം, കളേഴ്സിൽ വേണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഡൈ ചെയ്തെടുത്ത് അതുപോലെ നമ്മൾ വർക്ക് ചെയ്ത് തരും. എന്ത് വർക്ക് ആണോ കൊണ്ടുവരുന്നത് അതുപോലെ. പക്ഷെ മിനിമം ചാർജ് ആണ് ഇവിടെ. സ്റ്റിച്ചിങ് ചാർജ് മിനിമം ആണ്, അതുകൊണ്ട് ഒട്ടും അറിയേണ്ട. നിങ്ങൾക്ക് ഇതെല്ലാം നമ്മള് കസ്റ്റമൈസ് ചെയ്യുന്ന പ്രിന്റ്സ് ആണ്. ഇതൊന്നും എവിടെ ഈ പ്രിന്റ്സ് കാണാൻ? ഇതെല്ലാം യുണീക് കളക്ഷൻസ് ആണ്. കോട്ട് സെറ്റ് ആയിട്ടൊക്കെ ചെയ്യാം, കോട്ട് സെറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ഇവിടെ മാത്രമേ കാണത്തുള്ളൂ. അതുപോലെ ഞാൻ കാണിക്കാൻ മറന്ന ഒരു സംഭവമാണ് ഇത് ഇപ്പോഴാണ് അനീറ്റ കാണിച്ചത്. ഇതും കൂടെ അനീറ്റ മൊഡാൽ സിൽക്സിൽ മുഴുവൻ വർക്കാണ്. നോക്കൂ, ഇതെല്ലാം വർക്കാണ്. വർക്ക് ചെയ്താണ് ഇതെല്ലാം അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്ത് എയിം ആയിരുന്നു അനീറ്റ ഈ ഒരു ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ? അനീറ്റയുടെ മനസ്സിൽ എന്തായിരുന്നു? ആക്ച്വലി ട്രിവാൻഡ്രം സിറ്റിയിൽ റിസൈഡ് ചെയ്യുന്ന രീതിക്ക് ഞാൻ ഇവിടുത്തെ കുറേ ഷോപ്സിൽ പോകാറുണ്ട്. എനിക്ക് ആക്ച്വലി ഉള്ള ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടേസ്റ്റ് എനിക്ക് എവിടെയും കാണാൻ സാധിച്ചില്ല. ഫാഷന്റെ കൊച്ചുനാൾ പോലെ എനിക്കൊരു ഭയങ്കര ആഗ്രഹമാണ് ഫാഷൻ. അപ്പം എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇവിടെ ട്രിവാൻഡ്രത്ത് കാണാൻ എളുപ്പം. കാര്യം നമ്മൾ പുറത്ത് സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും എല്ലാം വളരെ സ്റ്റൈലിഷ് ആയിട്ടും ഒക്കെ ഇരിക്കും. നമ്മൾ കൂടുതലും ചുരിദാറിലും സൽവാസിലുമാണ് കൂടുതൽ ഓടുന്നത്. സോ എനിക്ക് അങ്ങനെ ഒരു ട്രെൻഡ് സെറ്റിംഗ് ഈ സിറ്റിയിലോട്ട് കൊണ്ടുവരണമെന്ന് തോന്നി. എന്നാൽ കംഫർട്ടബിൾ വെയർ ആയിരിക്കണം, എല്ലാവർക്കും ഒരു ഫാബ്രിക് ആയാലും കംഫർട്ടബിൾ വെയർ ആയിരിക്കണം. എന്നാ ഒരു ട്രെൻഡ് സെറ്റിംഗ് അത് കാരണം ഞാൻ ഇവിടെ വന്നപ്പം എനിക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലായത് എന്തെന്ന് വെച്ചാൽ ബാക്കിയുള്ള ബൊട്ടീക്സിൽ നിന്ന് ഒരു വ്യത്യാസം എന്തെന്ന്. നമ്മളിപ്പോ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ചെന്നൈ ഇവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ കാണും ഇതേപോലത്തെ ഒക്കെ കുട്ടികൾ ഇട്ടിരിക്കുന്നത്, കോട്ട് സെറ്റ് പോലെ ഒക്കെ ഇട്ടിരിക്കുന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോ നമ്മളത് നോക്കുമ്പോൾ ഇതൊന്നും ഇവിടെ കാണത്തില്ല. അതാണ് അതിന്റെ ഒരു. അപ്പം ഇതിവിടെ ഉണ്ടെങ്കിൽ തന്നെ ഇത് നമുക്ക് വേണ്ടിയിട്ട്
കസ്റ്റമൈസ് ചെയ്ത് ഇവിടെ തന്നെ ചെയ്തു തരുന്നതാണ് ഇതിന്റെ ഒരു യുണീക്നെസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതുപോലെ എല്ലാം അതും വളരെ നോർമൽ ചാർജ്. ഇപ്പൊ ഇത് ഇത്രയും തയ്ക്കുന്നതിനും എല്ലാം മെറ്റീരിയലും എല്ലാം ഫാബ്രിക്കും എല്ലാം കൂടെ ഇൻക്ലൂഡഡ് 2500 ആവുന്നുള്ളൂ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പക്ഷെ എല്ലാവർക്കും ഐ മീൻ നമ്മളെ എന്താ പറയാ റീച്ച് ഔട്ട് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കണം എന്ന് ഞാൻ തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ബട്ട് എവറിബഡി ഷുഡ് ലുക്ക്, എല്ലാരും വിമൻസ് എന്ന രീതിക്ക് എല്ലാരും ഭംഗിയായിട്ടിരിക്കണം, ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കണം. സോ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നുണ്ട് ഈ ഒരു. പക്ഷെ നമ്മളൊരു ഒരു ചുരിദാർ അല്ലെങ്കിൽ ഒരു സൽവാർ ഇട്ട് നമ്മൾ വെളിയിൽ പോയാൽ 10 പേർക്ക് കാണും അതേ സെയിം ആയിട്ടുള്ള. അപ്പം അതിൽ നിന്നൊരു ഡിഫറെന്റ് ആയിട്ട് ഈ ഒരു യുണീക്ക് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഈവൻ ഇച്ചിരി എന്താ പറയാ ബോഡി സൈസിങ് ഡിഫറെന്റ് ആയിട്ടുള്ളവർക്കായാലും നമ്മൾ ദുപ്പട്ട ഇട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ. ബട്ട് ഇങ്ങനെ നമ്മളൊരു ജാക്കറ്റ് വെയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിനെ കുറിച്ച് ഒരു കോൺഫിഡൻസ് ലെവലിൽ ഒരു പ്രശ്നം വരുന്നില്ല. അത് ഞാനും ആദ്യമായിട്ടാണ് ഈ ഒരു ഇത് എടുക്കാൻ പോകുന്നത്. അപ്പം ഇത് ഇവിടെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതും. അപ്പം ഈ മാസ്റ്റർ ഇപ്പം മെഷർമെന്റ് ഒക്കെ എടുത്തു. അപ്പം എന്താണെങ്കിലും നെക്സ്റ്റ് ടൈം ഞാൻ ഈ ഒരു സംഭവം ഇവിടെ തന്നെ തയ്ച്ചത് നിങ്ങളെ ഇട്ട് കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും, കുറച്ചുകൂടെ അത് ക്ലിയർ ആവും. പിന്നെ ഇനി ഇവിടെ അഡീഷണൽ ഫോക്കസ് ചെയ്യുന്നത് എല്ലാം ക്വാളിറ്റി ഫാബ്രിക്സ് ആണ്. ഫാബ്രിക്സിന്റെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഞാൻ ചെയ്യാറില്ല. അറ്റ്മോസ്റ്റ് ക്വാളിറ്റിയിലാണ് കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു പോപ്ലിൻ ഫാബ്രിക് ആണ്, കൂൾ ഫാബ്രിക് ആണ്. നമ്മള് കോട്ടൺ ചൂടൊന്നും എടുക്കില്ലേ, നമ്മുടെ ക്ലൈമറ്റിന് പറ്റിയ ഫാബ്രിക് ആണ് പോപ്ലിൻ എന്ന് പറയുന്നത്. നമ്മള് മലയാളികളാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഉള്ള ഡ്രസ്സുകളൊന്നും ഇടാറില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇതുപോലത്തെ ഒക്കെ നമുക്ക് ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാം, വളരെ കംഫർട്ടബിൾ ആണ്. അങ്ങനെ ഒരു ഞാൻ ഇട്ടിരിക്കുന്ന ആയാലും ഒരു ലൂസ് ഫിറ്റ് ആണ്. ആക്ച്വലി കംഫർട്ട് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കൊരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് ലെവലിൽ നല്ല ഡ്രസ്സാണ്. അങ്ങനെ നമുക്ക് കംഫർട്ട് ആയിട്ട് വെയർ ചെയ്ത് നിൽക്കാൻ പറ്റും. ഇവിടെ ഒരു ഒക്കേഷനിലായിട്ടും നമുക്ക് സ്റ്റൈൽ ചെയ്ത് പോകാൻ പറ്റും. അതെ, നമ്മളെപ്പോഴും സാരി അല്ലെങ്കിൽ സൽവാർ മാത്രമേ ഇടാവുന്നു നാം നിർബന്ധം പിടിക്കാതെ ഇങ്ങനത്തെ ഉള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ജസീന്റ. ഈ പേര് കുറച്ച് പേടിക്കണം. അപ്പൊ ഇനി കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ട് സാരി കളക്ഷൻസ് നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ ആഡ് ഓൺ ചെയ്യും സാരി. അപ്പം ഇവർക്ക് ഇനി ഈ ജസീന്റെയൊക്കെ അടുത്ത ഒരു സെക്ഷനാണ് ബ്രൈഡൽ കളക്ഷൻസ്. അപ്പൊ അതിന്റെ കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതിന്റെ ബ്ലൗസ് ആണ് ഇത് തയ്ച്ചിരിക്കുന്നത്. സാരി ആഡ് ഓൺ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഇതെല്ലാം ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. കാര്യം 2 weeks ആയിട്ടുള്ളൂ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷെ ഒത്തിരി ബ്രൈഡൽ ബ്ലൗസ് ചെയ്തതാണ്, ഹാൻഡ് വർക്ക് ചെയ്ത് ഒരു 10K റേഞ്ചിൽ വരും. 10,000. പിന്നെ ഈ ഗൗൺ ഒക്കെ ഇല്ലേ, ഗൗൺ അതാ പറഞ്ഞ മാം ആഡ് ഓൺ ചെയ്ത്. ഇത് നമ്മളിവിടെ ചെയ്ത ലെഹങ്കയാണ്. ലെഹങ്ക ഇത് ഇങ്ങനെ ഈ നമ്മുടെ ഈ ഇതിനൊക്കെ വരുന്ന ഈ മെഹന്തി എല്ലാത്തിനും എല്ലാം ചെയ്യും, എല്ലാം കസ്റ്റമൈസേഷൻ. ഇതൊക്കെ ഇത് ഈ ഒരു മോഡൽ ബ്രൈഡലിനും ഇത് നമ്മൾ ഡൈ ചെയ്തിട്ട് ഡബിൾ ഷെയ്ഡ് കൊടുത്ത് നമ്മൾ ചെയ്യുന്നത്. ഇത് ഫുള്ള് ഹാൻഡ് വർക്ക് ആണ്. ഒരു എനിക്ക് തോന്നുന്നു ഒരു 6 മാസം കൂടെ ഒക്കെ കഴിഞ്ഞ് വരുമ്പോ ഇത് ഫുൾ ഫ്ലഡ്ജ് ആയി നല്ലൊരു ബൊട്ടി. ബ്രൈഡൽ സെക്ഷൻ മേലത്തെ ഫുൾ ഫ്ലോറിൽ വരും. ബ്രൈഡലിൽ വരും ഗൗൺസ്, അനാർക്കലീസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഓൺ ഗോ പ്രോസസിംഗിലാണ് അതെല്ലാം ഉണ്ട്. സോഫ്റ്റ് നെറ്റ് ആണ്, സോഫ്റ്റ് ഫാബ്രിക് ആണിത്. ഫാബ്രിക്സ് ആണ് മെയിൻ ആയിട്ട് ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഫാബ്രിക്സ് ഒക്കെ ഒരു പ്രിന്റിൽ തന്നെ. ഇതൊരു പ്രിന്റിൽ തന്നെ 3 പാറ്റേൺ ആണ് അല്ലേ? നോക്കൂ, ഇതൊക്കെ ടീനേജ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റും. അല്ല ഈ പാറ്റേൺ വേണം, മുതിർന്നവർക്ക് ഇതിനകത്ത് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതുപോലെ ഫ്രോക്ക് മോഡൽ അങ്ങനത്തെ ഒക്കെ വന്ന് കുട്ടികൾക്ക് ഇവിടെ വന്നിട്ട് ഇതുപോലെ ഫാബ്രിക്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് പോകുന്നവരുണ്ട്. ഇപ്പൊ മാം കണ്ടില്ലേ ജയ്പൂർ പ്രിന്റ്, അത് വന്നിട്ട് മമ്മ ആൻഡ് ഡോട്ടർ സെയിം ആയിട്ട് ചെയ്തവരുണ്ട്. ഓഹോ, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോ അതുപോലെ ഫ്രോക്ക് തയ്ച്ച് മമ്മ അതുപോലെ ടോപ്പ് തയ്ച്ചിട്ട് രണ്ടുപേരും സെയിം ആയിട്ട് നമ്മൾ അങ്ങനെ അടിപൊളിയായിട്ടുണ്ട്. പറഞ്ഞോളൂ. നമ്മൾ ഡയബിൾസ് എടുത്തിട്ട് ഡൈ ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും ലെഹങ്ക എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും. ലെഹങ്കയ്ക്ക് വേണ്ടിട്ടല്ലേ ഡയബിൾസ് ഇവിടെ അവൈലബിൾ ആണ്. അല്ലെ നിങ്ങളൊരു റെഫറൻസ് കൊണ്ട് തന്നിട്ട് ഇന്ന പോലെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ സെയിം പാറ്റേണിൽ നമുക്ക് വരുത്തിച്ച് പ്രീ ഓർഡർ ബുക്കിംഗിൽ ചെയ്യാൻ പറ്റും. ഓർണമെന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇതെങ്ങനെയാണ് ഇതിന്റെ കളക്ഷൻസ് ഇനി വരാൻ പോകുന്നതാണോ? ഞങ്ങൾ ആഡ് ഓൺ ചെയ്യും. കാര്യം ഇവിടെ വരുന്നവർക്ക് ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂടെ സ്റ്റൈൽ ഓൺ ചെയ്ത് അതിന്റെ കൂടെ മാച്ച് ചെയ്തിടുന്ന സംഭവങ്ങളുണ്ട്. അതൊക്കെ പതുക്കെ വരുന്നതേ ഉള്ളൂ. എന്നാലും ഈ മഴയൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. ഇൻസ്റ്റാഗ്രാം പേജ് ജസിന്റെ ക്ലോത്തിങ് എന്നാ വരുന്നത്. ഓൺലൈൻ ഡെലിവറി ഉണ്ട്. ഓൺലൈനുണ്ട്, ഫേസ്ബുക്കിലും ഉണ്ട് നമ്മുടെ പേജ്. യൂട്യൂബിൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്, പേജ് ഉണ്ട്. അൺസ്റ്റിച്ചും സാരീസ് എല്ലാം ആഡ് ഓൺ ചെയ്യും ഈ ഫ്ലോറിൽ. സെക്കൻഡ് ഫ്ലോറിലായിരിക്കും നമ്മുടെ ബ്രൈഡൽ പാർട്ടി വെയർ അനാർക്കലീസ് ഒക്കെ വരുന്നത്. സെക്കൻഡ് ഫ്ലോറിലായിരിക്കും. അതൊക്കെ ഒരു 6 മാസത്തിനുള്ളിൽ ഞാൻ ഒന്നുകൂടെ അതൊക്കെ
വന്ന് കാണിക്കാം. പിന്നെ ഇവർക്ക് തന്നെ യൂട്യൂബ് ചാനൽ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഓൺലൈൻ ഡെലിവറി ഉണ്ട്, വളരെയധികം ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ഇൻസ്റ്റാഗ്രാം അല്ലേ. അപ്പം അതിന്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം, ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പൊ എല്ലാവരും വരണം. തിരുവനന്തപുരത്തുള്ളവരെല്ലാം വന്ന് തന്നെ ഈ ബൊട്ടീക്ക് കാണുക, എന്നിട്ട് ഇഷ്ടമുള്ള കളക്ഷൻസ് എടുക്കുക. അപ്പൊ ക്രിസ്മസിനൊക്കെ ഇഷ്ടംപോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് എടുക്കാം. ഡിസൈനറാണ് നിരഞ്ജനയാണ്. നിരഞ്ജനയാണ് ഈ ഡിസൈൻസ് എല്ലാം ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് ചെയ്തിരിക്കുന്നത്. ഡിസൈൻസ് ഒക്കെ ചെയ്ത് അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും തന്നെ ഐഡിയാസ് ആണ് ഇതിലെല്ലാം വരുന്നത്, ഈ ഓരോ ക്ലോത്തിലും. പിന്നെ കസ്റ്റമർ വന്നാലും നിരഞ്ജന ഇവിടെ കാണും, ഹെൽപ്പ് ഔട്ട് ചെയ്യും. എന്ത് രീതിയിൽ വേണമെങ്കിലും അവരുടെ കംഫർട്ടിനനുസരിച്ച് അവരുടെ രീതിക്ക് അനുസരിച്ച് നമുക്ക് ഡിസൈൻസ് ചെയ്ത് അവരെ ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ പറ്റും. എല്ലാരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യണം ട്രിവാൻഡ്രത്ത്. ഇതുപോലെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ട്രെൻഡ് സെറ്റിംഗ് ആണ് കൊണ്ടുവരാനായിട്ട്. സോ ട്രിവാൻഡ്രത്തുള്ളവർ എല്ലാവരും, യങ്സ്റ്റേഴ്സ് ആയാലും സീനിയേഴ്സ് ആയിട്ടുള്ളവർ, ഏജ് ആയിട്ടുള്ളവർ എല്ലാവരും ട്രിവാൻഡ്രത്തുള്ളവർ വിസിറ്റ് ചെയ്യുക. കസ്റ്റമൈസേഷൻ ഉള്ള ഒരു ബൊട്ടീക്കാണ്. അതുപോലെ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ പല സ്റ്റൈൽസും കണ്ട് നമ്മളിങ്ങനെ ആഗ്രഹിച്ച് കൊതിച്ച്, പേഴ്സണലി എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, പല സ്ഥലങ്ങളിൽ പോയി ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ബട്ട് ഇവിടെ പല ഷോപ്സിൽ പോകുമ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നല്ലെങ്കിൽ ഹൈ റേഞ്ച് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അപ്പം അങ്ങനെ ഞാൻ മനസ്സിൽ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ബൊട്ടീക്ക് ലോഞ്ച് ചെയ്തേക്കുന്നത് ട്രിവാൻഡ്രത്ത്. എല്ലാ സ്റ്റൈൽസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആൾക്കാർക്ക് കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ചിങ് ചെയ്ത് അവരുടെ ആഗ്രഹത്തിന് ഇഷ്ടത്തിനനുസരിച്ച്. കാര്യം ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസ് ലെവലാണ്. നമ്മൾ എങ്ങനെ ഡ്രസ്സ് ചെയ്ത് നമ്മൾ ഹൗ വി അപ്പിയർ ബിഫോർ അതേഴ്സ്, നമ്മുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് എല്ലാവരെയും, എല്ലാ ഏജുകാരെയും ഞങ്ങളുടെ ബൊട്ടീക്കിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഓക്കെ. അപ്പൊ എന്തായാലും ജെസിക വളരെ സന്തോഷം. എന്തായാലും ഇത്രയും കളക്ഷൻസ് ഒക്കെ കാണാൻ പറ്റി. ഇനി ഉച്ച കഴിഞ്ഞിട്ട് ഭയങ്കര തിരക്കായിരിക്കും ഓർമ്മ, അതുകൊണ്ടാണ് ഞാൻ മോർണിംഗ് തന്നെ വന്നത്. അപ്പൊ ഓക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു നല്ല ബൊട്ടീക്കിനെ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ എല്ലാവരും വരിക, നിങ്ങളെല്ലാവരും വാങ്ങിക്കണം. ഇതേപോലെയുള്ള യങ്സ്റ്റേഴ്സിനെ എല്ലാം പ്രൊമോട്ട് ചെയ്യാം. ഓക്കെ, ബൈ.